റസൂലില്ല വഅലാ ആലിഹിൽ ഫായിദിന ബില്ലാഹി മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി ഉസ്താദ് റഹ്മാൻ ഫൈസി അവർകൾ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറി, ഇതിൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട CM കുട്ടി സഖാഫി അവർകൾ, നിങ്ങളെല്ലാവരെയും നിയന്ത്രിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹപാത്രമായ പ്രിൻസിപ്പൽ മിസ്റ്റർ അബ്ദുൾ റഫീഖ് ഷൗറത്ത് അവർകൾ, ഇവിടെ ഗസ്റ്റായി എത്തിയിട്ടുള്ള റബിഉള്ള മുഹമ്മദ്, ഇബ്രാഹിം PP, ഇക്ബാൽ സാഹിബ് അടക്കം വരുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, കലാപരിപാടികൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളെ, പിഞ്ചുമക്കളെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ ഇന്ന് ഈ പരിപാടിയിലെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വിദ്യ പഠിച്ചിട്ടില്ലെങ്കിൽ, അറിവില്ലെങ്കിൽ അവർ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് മനുഷ്യരാശിയാണെങ്കിലും അറിവ് നിർബന്ധമാണ്. മലയാള കവികൾ പറയുന്നു, വിദ്യാധർമ്മനാൽ പ്രധാനം, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയും. ഇസ്ലാം അതിനെ കൽപ്പിക്കുന്നത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അറിവ് പകരുന്നതിന് വേണ്ടി. ഇവിടെ ഈ ഉമ്മപ്പങ്ങന്മാർ ആധുനിക കാലത്ത് നിങ്ങൾക്കറിയാം, കെട്ടുപോകുന്ന ഒരു തലമുറയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഉമ്മയാരും വാപ്പയാരും തിരിച്ചറിയാത്ത രൂപത്തിൽ മയക്കുമരുന്നുകളുടെയും വാട്സപ്പിൻ്റെയും മധ്യപ്രസരത്തിൽ ഇന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നാടും നാട്ടുകാരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മെഡിക്കൽ കെയർ ഗ്രൂപ്പിൻ്റെ ഒരു ഹോസ്പിറ്റൽ ശൃംഖല നടത്തുന്ന ആളാണ് കുവൈത്തിൽ. ഞങ്ങളിപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് കുവൈത്തിൽ. ഈ കൊറോണയ്ക്ക് മുമ്പ് കുവൈത്തിലെ ജനങ്ങൾക്കുണ്ടായ അവസ്ഥ, അത് 3-4 ആസ്പെക്റ്റിലാണ് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ഞങ്ങൾ നടത്തുന്നത്. മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി മനുഷ്യ സമൂഹത്തിന് എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു റിസർച്ച് നടത്താൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് കുവൈത്ത് അംഗീകാരപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് എൻ്റെത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഞങ്ങളിപ്പോൾ ഇങ്ങനെ സർവേ നടന്നുകൊണ്ടിരിക്കുക. പല ആളുകൾക്കും മെൻ്റലി പ്രശ്നം വന്നിട്ടുണ്ട്, പല ആളുകൾക്കും ഫിനാൻഷ്യലി പ്രശ്നം വന്നിട്ടുണ്ട്, പല ആളുകൾക്കും അസുഖബാധിതരായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങളെ പീഡിയാട്രിക് ഡോക്ടർ റിസിക് ജോൺസൺ ഞങ്ങളോട് പറയുകയാണ്, കുട്ടികളുണ്ടാകുന്ന മൊബൈൽ ഫോബിയ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥകൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പിഞ്ചോമനകളെ വളർത്തുമ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വളർച്ചയിൽ, കുട്ടികളുടെ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ, കുട്ടികളുടെ ബാഗുകളുമൊക്കെ വളരെ സശ്രദ്ധം നിങ്ങൾ വാച്ച് ചെയ്യുകയും അതിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും അസ്വാഭാവികത കണ്ടു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഉസ്താദ്മാർ, അധ്യാപകരെയും ഒക്കെ ഉത്ബോധിപ്പിക്കുക, അവരോടൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും നല്ല രൂപത്തിലുള്ള മക്കളൊക്കെ വളർത്താൻ നമ്മൾക്ക് സാധിക്കണം. ഈ ആധുനിക കാലത്ത് ഞാൻ ഇവിടെ ഈ മജ്മ എത്തിങ്ങാനുമായി, ഇവിടുത്തെ ഓഫ് കോമേഴ്സുമായി, ഇവിടുത്തെ ഇതിന് തുടക്കം മുതലേ ഞാൻ ഇതിൻ്റെ വളർച്ചയിലൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറിയ ഒരു സ്ഥാപനം, ഇത്രമേൽ ഈ കുന്നുമേൽ അഹോരാത്ര പരിശ്രമം മുഖേനയാണ് റഹ്മാൻ ഫൈസി ഉസ്താദ് ഗൾഫ് നാടുകൾ CM കുട്ടി ഉസ്താദൊക്കെ ഗൾഫിലൊക്കെ വന്ന് ഇങ്ങനെ ഓരോ വ്യക്തികളെ കണ്ടുണ്ടാക്കിയ സ്ഥാപനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകട്ടെ. ഈ വൈകിയ വേള ഞാനൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എന്നെ വിളിച്ചതിൽ, ഇവിടെ എന്നെ ഗസ്റ്റായി നിങ്ങൾ കണ്ടതിൽ
ഞാൻ ഈ ഭാരവാഹികളെയും മജ്മ മാനേജ്മെൻറ്റിനെയും വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്നേഹതടിത്തത്തിൽ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമോദയത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.